നോക്കൂ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? ദ അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് ഇലക്ട്രോഡ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. കുറെ ഇലക്ട്രോഡുകളുടെ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടി വരുന്നതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. നോക്കുങ്ങൾ കൂടി കൂടി വരികയാണ്. ഇവിടെ ഒന്നും ഇതിന്റെ ബാക്കിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കൂടി കൂടി. അപ്പൊ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചില്ലേനോ ചെറിയ ക്ലാസ്സിലും, അതുപോലെ കഴിഞ്ഞ വർഷം റിഡോക്സ് റിയാക്ഷൻ്റെ ഒക്കെ. ഓക്കെ, അപ്പോൾ നോക്കൂ, റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറവാണെന്ന് പറഞ്ഞാൽ, ലോ ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറവാണെങ്കിൽ ദേ അണ്ടർഗോ ഓക്സിഡേഷൻ, ദാറ്റ് മീൻസ് ദേ ആർ റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഹൈ ആണെങ്കിൽ ദേ അണ്ടർഗോ റിഡക്ഷൻ, ദാറ്റ് മീൻസ് ദേ ആർ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചു വെച്ചാലുള്ള ഗുണം എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ വാല്യൂ കൊണ്ടുള്ള നമ്മുടെ ഗുണം എന്താണ്? ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, വി ക്യാൻ പ്രെഡിക്ട് ദ റിയാക്ടിവിറ്റി ഓഫ് ഡിഫറെന്റ് ഇലക്ട്രോഡ്സ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതിന്റെ അകത്ത് ലിഥിയത്തിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവുള്ളത്, -3.05. അങ്ങനെയാണെങ്കിൽ ലിഥിയത്തിന് എന്താണ് സംഭവിക്കുക? ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. അവർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. നോക്കൂ നിങ്ങൾ, ഫ്ലൂറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ. അവർക്ക് എന്താ സംഭവിക്കുക? റിഡക്ഷൻ ആണ് സംഭവിക്കുക. അവർ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. ഇവരുടെ റിയാക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് വി ക്യാൻ പ്രെഡിക്ട് ദ റിയാക്ടിവിറ്റി ഓഫ് ദി ഇലക്ട്രോഡ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മളോട് പറയാണ് ഡാനിയൽ സെല്ല് Zn plus Cu2 plus gives Zn2 plus Cu. ഇങ്ങനൊരു സെല്ലുണ്ട്. ഇവരുടെ സെൽ പൊട്ടൻഷ്യൽ എത്രയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കും, ഇതിന്റെ അകത്ത് ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്? ആനോഡ് സിങ്ക് ആണ്, കാഥോഡ് ആരാണ്? കോപ്പർ ആണ്. E0 സെൽ ഇസ് ഈക്വൽ ടു E0 ഓഫ് ആരാണ്? കാഥോഡ് മൈനസ് E0 ഓഫ് ആരാണ്? ആനോഡ്. കാഥോഡ് ആരായിരുന്നു? Cu2 plus or Cu minus E0 of Zn2 plus bar Zn. നമ്മൾ ഇതിന്റെ വാല്യൂ എടുക്കുന്നു. എത്രയാണ് വാല്യൂ? Cu2 plus bar Cu എത്രയാണ്? 0.34 മൈനസ് E0 of Zn2 plus bar Zn എത്രയാണ്? -0.76. -0.76. മൈനസും മൈനസും എന്തായി? പ്ലസ് ആയി. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 1.1. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവരുടെ റിയാക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എന്താണ്? സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തത്, ഒരു റിയാക്ഷൻ തരുന്നു നിങ്ങൾക്ക്. ആ റിയാക്ഷൻ ഫീസിബിൾ ആണോ, സ്പോണ്ടേനിയസ് ആണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇപ്പം Zn plus Cu2 plus gives Zn2 plus Cu. ഈ റിയാക്ഷൻ നിങ്ങളോട് ഫീസിബിൾ ആണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ പോസിറ്റീവ് ആണ്. ഇനി നിങ്ങൾക്ക് തരുന്ന റിയാക്ഷൻ Ag plus Cu gives Ag plus Cu2 plus. ഇങ്ങനെയാണ് തരുന്നത് എനിക്ക് റിയാക്ഷൻ. അപ്പം ഈ റിയാക്ഷൻ പ്രകാരം ആരാണ് ആനോഡ്? കോപ്പർ ആണ് ആനോഡ്. ഇവരെന്താണ്? കാഥോഡ് ആണ്. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുമോ നമുക്ക് നോക്കണം. അപ്പൊ എന്താണ്? E0 ഓഫ് Ag plus bar Ag മൈനസ് E0 of Cu2 plus bar Cu. ഓക്കെ, Ag പ്ലസിന്റെ വാല്യൂ എത്രയാ? 0.8 ആണ്, മൈനസ് 0.34. ഇതിന്റെ ഡിഫറൻസ് നമ്മൾ കാണും. ഡിഫറൻസ് കണ്ടിട്ട് എത്രയാണോ കിട്ടുന്നത്, അപ്പം പോസിറ്റീവ് ആണ്, നമ്മൾ എന്ത് പറയും? ഈ റിയാക്ഷൻ ഈസ് ഫീസിബിൾ. സെൽ പൊട്ടൻഷ്യൽ എന്നാണ് കാണുന്നത്, നേരത്തെ കണ്ട പോലെ. ഇനി നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ റിയാക്ഷൻ ഈസ് നോട്ട് ഫീസിബിൾ. നോക്കൂ നിങ്ങൾ, ഇവിടെ ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്കറിയാം എത്രയാണ്? 0 ആണ്. ഇവർ ഹൈഡ്രജനെക്കാട്ടും റിയാക്ടിവിറ്റി കൂടിയ ആളുകൾ, ഹൈഡ്രജനെക്കാട്ടും റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ. അപ്പൊ നമുക്ക് ഇവിടെ നാലാമത്തെ ആപ്ലിക്കേഷൻ, എബിലിറ്റി ഓഫ് മെറ്റൽ ടു ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. നമ്മൾ ആസിഡിന്റെ അകത്തേക്ക് സിങ്ക് റോഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? H+ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്? സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ മോർ നെഗറ്റീവ് ആണ്. ആരെക്കാട്ടും? ഹൈഡ്രജനെക്കാട്ടും. അപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ലോ ആയ ആളുകൾക്ക് അതിനെക്കാട്ടും കൂടിയ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആളുകളെ ഒരു കോമ്പൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, മോർ റിയാക്റ്റീവ് വൺ
can displace less reactive ആണ്. പക്ഷെ ആസിഡിന്റെ അകത്തേക്ക് കോപ്പർ റോഡ് ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആരെക്കാട്ടും കൂടുതലാണ്? ഹൈഡ്രജനെക്കാട്ടും കൂടുതലാണ് കോപ്പറിന്റെ വാല്യൂ. അപ്പോൾ ഇവരുടെ റിയാക്ടിവിറ്റി പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് സെൽ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി പറ്റും, പിന്നെ എന്താണ് റിയാക്ഷൻ ഈസ് ഫീസിബിൾ ഓർ നോട്ട്, റിയാക്ഷൻ ഫീസിബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ പറയാൻ പറ്റുന്ന എന്താണ് ദ എബിലിറ്റി ഓഫ് മെറ്റൽ ടു ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഉള്ള സമയത്തുള്ള പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കോൺസെൻട്രേഷൻ മാറുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറ്റം ഉണ്ടാവുക എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് നെർസ്റ്റ് ഇക്വേഷൻ. എന്താ നെർസ്റ്റ് ഇക്വേഷൻ പറയുന്നത്? നെർസ്റ്റ് ഇക്വേഷൻ ഓർ നെർസ്റ്റ് ഇക്വേഷൻ to give the quantitative relationship between concentration of electrolyte and electrode potential. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കൺസിഡർ എ ജനറൽ റിയാക്ഷൻ n ഇലക്ട്രോൺ ഗീവ്സ് m. ഇവിടെ റിഡക്ഷൻ ആണല്ലോ നടക്കുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ mn plus bar m. Reduction potential is equal to standard reduction potential plus RT by NF into ln of molar concentration of metal ion divided by molar concentration of metal. Molar concentration of metal pure solids inum liquids inum എത്രയാണ്? molar concentration of metal is equal to 1 ആണ്. Reductions electrode potential is equal to E0 of mn plus bar m plus RT by NF into ln of molar concentration of metal ion. നമ്മൾ ലോഗിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പഠിച്ചാണ് ln is equal to 2.303 log ആണ്. ബേസ് മാറ്റാണ്. ഇയും 10ഉം ആണ് ബേസ് ഉള്ളത്. is equal to mn plus bar m is equal to E0 of mn plus bar m plus 2.303 RT by NF into log molar concentration of metal ion. ചില ടെസ്റ്റിന്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ മൈനസ് കാണും. അപ്പോൾ ഇൻറ്റു ലോഗ് 1 by മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതെന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇതെന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ആർ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ആർ ഇസ് ഈക്വൽ ടു 3 ആണ്. 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. എനർജിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആറിന്റെ പേര്. ടെമ്പറേച്ചർ എത്രയാണ്? 298 കെൽവിൻ ആണ്. എൻ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ. എത്ര ഇലക്ട്രോണിനെ ലോസ് ചെയ്തു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു. നമ്പർ ഓഫ് മോൾ ഓഫ് ഇലക്ട്രോൺ. എഫ് എന്താണ്? ഫാരഡ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഓൺ 1 ഇലക്ട്രോൺ is equal to 1.602 into 10 raised to minus 19 കൂളം ആണ് ഒരു ഇലക്ട്രോണിന്റെ മുകളിലുള്ള ചാർജ്. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1 മോൾ ഇലക്ട്രോൺ ചാർജ് ഓൺ 1 മോൾ ഇലക്ട്രോൺ. 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഉണ്ടാവും. 6.022 into 10 raised to 23 into 1.602 into 10 raised to minus 90 is equal to, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഏകദേശം it is approximately equal to 96,500 കൂളോം. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? 1 ഫാരഡേ. ചാർജ് ഓൺ 1 മോൾ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് 1 ഫാരഡേ. എത്രയാണ്? 96,500 കൂളോം. ഈ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ mn plus bar m is equal to E0 of mn plus bar m plus 2.303 into 8.314 into
298 divided by n into 96,500 into log molar concentration of metal ion. ഇതിൽ ഉണ്ടാകുക ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ mn plus bar m is equal to E0 of mn plus bar m plus 0.0591 divided by n into log molar concentration of metal ion. ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള നെക്സ്റ്റ് ഇക്വേഷൻ. ഇതാർക്കും സംശയമുണ്ടോ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ പ്ലസിന് പകരം മൈനസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇൻറ്റു ലോഗ് 1 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ. അപ്പോൾ നമുക്ക് ഇത് തന്നെ സെൽ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി ഉപയോഗിക്കാം നെക്സ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഡാനിയൽ സെൽ എന്തായിരുന്നു? Zn bar Zn2 plus salt bridge Cu2 plus bar Cu. ഇതാണല്ലോ ഇവിടെയുള്ള ആനോടുള്ള റിയാക്ഷൻ എന്തായിരുന്നു? Zn2 plus ആനോഡില് Zn gives Zn2 plus 2 electron. കാഥോഡിൽ എന്താണ്? Cu2 plus 2 electron gives Cu. ഓവറോൾ റിയാക്ഷൻ നമുക്കറിയാം Zn plus Cu2 plus gives എന്താണ്? Zn2 plus Cu. ഇതാണ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതി നോക്കാം. ഈ Zn2 plus bar Zn is equal to E0 of Zn2 plus bar Zn plus 0.0591 divided by എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് എത്ര കൊടുക്കാം? നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഡിവൈഡ് ബൈ എന്താണ്? 2 ഇൻറ്റു ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആരാണ്? Zn2 plus ആണല്ലോ. കോപ്പറിന്റെ കേസിൽ എന്താ വരിക? ഈ Cu2 plus bar Cu is equal to E0 of Cu2 plus bar Cu plus 0.0591 divided by 2 into log molar concentration of Cu2 plus. ഇതാണ് രണ്ട് ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് സെൽ പൊട്ടൻഷ്യലിലേക്ക് കാണേണ്ടത്. സെൽ പൊട്ടൻഷ്യൽ കാണുന്ന സമയത്ത് എന്താണ് വരിക? ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇവിടെ ആരായിരുന്നു? ഈ Cu2 plus bar Cu minus ഈ Zn2 plus bar Zn. കാഥോഡ് കോപ്പർ ആണ്, ആനോഡ് ആരാണ്? സിങ്ക് ആണ്. അപ്പൊ നോക്കൂ, ഈ Cu2 plus bar Cu minus ഈ Zn2 plus bar Zn is equal to ഇത് മൈനസ് ഇതാണ് വരും. അപ്പൊ നോക്കൂ, E0 of Cu2 plus bar Cu plus 0.0591 divided by 2 into log molar concentration of ആരാണ്? Cu2 plus minus E0 of Zn2 plus bar Zn plus 0.0591 divided by 2 into log molar concentration of ആരാണ്? Zn2 plus. ഇതാണല്ലോ വരിക. അപ്പോൾ ഇതെന്താ സാധനം? ഈ സെൽ ആണ്. എന്താണ്? ഈ സെൽ. ഈ സെൽ is equal to E0 of Cu2 plus bar Cu minus ഈ മൈനസ് ഇവിടത്തേക്ക് പോയി ഈ ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. E0 of Zn2 plus bar Zn. ഇതൊരു ടേം പ്ലസ് ആരാ വരിക? 0.0591 divided by 2 into log molar concentration of Cu2 plus 0.0591 divided by 2 into log molar concentration of ആരാണ്? Zn2 plus. ഓക്കെ, ഇതെന്താ വരിക? ഈ സെൽ ഇസ് ഈക്വൽ ടു E0 ഓഫ് സെൽ ആണ്. E0 ഓഫ് സെൽ ഇത് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലോഗ് Cu2 പ്ലസ് മൈനസ് ലോഗ് ആരാണ്? Zn2 പ്ലസ്.
ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ? അപ്പൊ എന്താണ്? ഇ സെൽ ഇസ് ഈക്വൽ ടു E0 of cell plus 0.0591 divided by 2 into log molar concentration of Cu2 plus divided by molar concentration of ആരാണ് വരിക? Zn. ഓക്കെ, ഇതാണ് ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കാണാനുള്ള നെക്സ്റ്റ് ഇക്വേഷൻ. ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ എൻ ടുവിന് പകരം എൻ ഇൻറ്റു ലോഗ് മൊളാർ കോൺസെൻട്രേഷൻ Cu2 പ്ലസ് എവിടെയാണുള്ളത്? പ്രൊഡക്റ്റിന്റെ സൈഡിലാണ്, സോറി റിയാക്ടന്റിന്റെ സൈഡിലാണ്. എവിടെയാണ്? റിയാക്ടന്റ് സൈഡ്. Zn2 പ്ലസ് എവിടെയാണ്? പ്രൊഡക്റ്റിന്റെ സൈഡിലാണ്. റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ആരാണ്? പ്രൊഡക്റ്റ്. എന്തുകൊണ്ടാണ് Zn ഉം Cu ഒന്നും വരാത്ത? മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് ആരാണ്? പ്യുർ മെറ്റൽസ് 1 ആണ്. നമ്മൾ ഇതിനെ ജനറൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ എ മോൾസ് ഓഫ് എ പ്ലസ് ബി മോൾസ് ഓഫ് ബി ഗിവ്സ് സി മോൾസ് ഓഫ് സി പ്ലസ് ഡി മോൾസ് ഓഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് നമ്മൾ ഈ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല എന്ന് വരും. അതിലെ വാല്യൂ 0.0591 ഡിവൈഡ് ബൈ എൻ ഇൻറ്റു ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി ഡിവൈഡഡ് ബൈ സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി. ഈ വാല്യൂസ്, അതായത് ആറിൻ്റെയും ടെമ്പറേച്ചറിനും വാല്യൂ കൊടുത്തില്ലെങ്കിൽ ഇ സെൽ ഇസ് ഈക്വൽ ടു E0 cell plus 2.303 RT by NF into log molar concentration of A raised to A into B raised to B divided by C raised to C into D raised to D. ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? C raised to C. നോക്കൂ, E cell is equal to E0 cell minus 2.303 RT by NF into log C raised to C into D raised to D divided by A raised to A into ആരാണ്? B raised to B. ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇങ്ങനെ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇക്വേഷൻ എന്താ പറഞ്ഞാൽ? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം. അത് നമ്മൾ നേരത്തെ ചെയ്തു. അവരെ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാണ്? സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാണ്. അപ്പം ഡിറൈവ് ചെയ്യാൻ പരീക്ഷയിൽ ചോദിക്കും വേറെ ഏതെങ്കിലും സെല്ല് തരും. ഞാനിപ്പം ഡാനിയൽ സെല്ലാണ് എടുത്ത്. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും സെല്ല് തന്നാൽ അതും എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്ത് ശീലിക്കണം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കോൺസ്റ്റന്റ് ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ തമ്മിലുള്ള ബന്ധമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കൊരു ജനറൽ ഇക്വേഷൻ എടുക്കാം. എ മോൾസ് ഓഫ് എ പ്ലസ് ബി മോൾസ് ഓഫ് ബി ഗിവ്സ് സി മോൾസ് ഓഫ് സി പ്ലസ് ഡി മോൾസ് ഓഫ് ഡി അറ്റ് 298 കെൽവിൻ ആണ്. 298 കെൽവിൻ. ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ കാണാനുള്ള നെക്സ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 2.303 RT by NF into molar concentration of product divided by molar concentration of reactant അല്ലേ into log molar concentration of A raised to A into B raised to B divided by C raised to C into D raised to D. അപ്പോൾ ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ എന്താവും? നേരെ തിരിച്ചു വരും. E cell is equal to E0 cell minus 2.303 RT by NF into log C raised to C into D raised to D divided by A raised to A into B raised to B. ശരിയാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc
ആണ് നമ്മളുണ്ട്. കെ സി ഈസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ് ഈ റിയാക്ഷന്റെ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ടു പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. C raised to C into D raised to D divided by A raised to A into V raised to B. ഇത് കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയത്തിൽ പഠിച്ചില്ലേ? അറ്റ് ഇക്വിലിബ്രിയം എന്താണ്? ഇക്വിലിബ്രിയം ഈ സെൽ ഇസ് ഈക്വൽ എത്രയാണ്? 0. അപ്പോൾ ഈ 0 സെൽ ഇസ് ഈക്വൽ ടു 2.303 RT by NF into log KC. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയും, ഈ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ E0 സെൽ ഇസ് ഈക്വൽ ടു 0.0591 ഡിവൈഡ് ബൈ N into log KC. ഇതാണ് ഇക്വേഷൻ. log KC is equal to നമുക്ക് എന്ത് പറയാം? N into E0 സെൽ ഡിവൈഡഡ് ബൈ എത്രയാണ്? 0.0591. ഇതാണ് നേഴ്സ് ഇക്വേഷൻ വേറൊരു ഫോം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇനി നോക്കൂ, ഇവൻ ഡാനിയൽ സെല്ലിന്റെ ആണെങ്കിൽ എന്താ വരിക? ഇവിടെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn 2+ ഡിവൈഡ് ബൈ Cu 2+ ആണ്. ഇവിടെ 2 ഉണ്ടാവും. ഡാനിയൽ സെല്ലിന്റെ ചെയ്ത് നോക്കൂ. അടുത്ത പഠിക്കേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ഗിബ്സ് എനർജി ചേഞ്ച്, ഫ്രീ എനർജി ചേഞ്ച്. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ചെയ്യുന്ന റിവേഴ്സിബിൾ വർക്ക് ഡൺ ബൈ എ ഇലക്ട്രോ കെമിക്കൽ സെൽ ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ഫ്രീ എനർജി ചേഞ്ച് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് E0 സെല്ലും അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യുന്ന ചാർജ് എന്താണ്? N മോൾ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ N ഇൻറ്റു ഫാരഡേ ആണ്. NF ചാർജ് പാസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ G0 is equal to minus NF into E0 സെൽ എന്ന് പറയാൻ വേണ്ടി പറ്റും നമുക്ക്. അപ്പോൾ E0 സെല്ലിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ G0 is equal to minus NF into E0 സെൽ എന്തായിരുന്നു? E0 സെൽ is equal to ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരുമ്പോൾ എത്രയായിരുന്നു വന്നിരുന്നത്? 2.303 RT by NF into log KC. ഇതല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കൊടുത്താൽ ഡെൽറ്റ G0 is equal to minus NF into 2.303 RT by NF into log KC. എന്താ വരിക? ഡെൽറ്റ G0 is equal to minus 2.303 RT into log KC. പഠിച്ചിട്ടുണ്ടല്ലോ ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയം ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത്. ഓക്കെ, അപ്പൊ എന്ത് കഴിഞ്ഞു? നേഴ്സ് ഇക്വേഷൻ കഴിഞ്ഞു. നേഴ്സ് ഇക്വേഷൻ ചാപ്റ്ററിന്റെ അകത്ത് പ്രധാനപ്പെട്ടതാണ്, എഴുതി പഠിക്കുക.